സത്യത്തിൽ ശ്രീ മുസാഫിർ അഹമ്മദ്, ഇന്നലെ ഈ കോഴിക്കോട്ടെ തീപിടുത്തത്തിന്റെ വിവരങ്ങൾ വരുമ്പോൾ ഞാനിവിടെ സ്റ്റുഡിയോയിലുണ്ട്. മറ്റു ചില വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന സമയത്താണ് വളരെ പെട്ടെന്ന് ആദ്യം ഒരു ചെറിയ വാർത്തയായി ഇത് വരുന്നതും പിന്നീട് അതങ്ങോട്ട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന, സത്യം പറഞ്ഞാൽ തലയിൽ കൈവച്ച് നമ്മൾ പറഞ്ഞത് ആശ്വാസമായ ആൾക്കാർക്കാർക്കും ഒന്നും പറ്റിയില്ല എന്നുള്ളതാണ്. പക്ഷേ എത്ര കോടി രൂപയുടെ 75 കോടി രൂപയുടെ നാശനഷ്ടം. അതിനേക്കാൾ ആശങ്കപ്പെടുത്തുന്ന കാര്യം, കോഴിക്കോടിന്റെ നഗരമധ്യത്തിൽ ഇതുപോലെ കെട്ടിടങ്ങൾ നിന്ന് കത്തുമ്പോൾ നോക്കി നിൽക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. 25 യൂണിറ്റ് ഫയർഫോഴ്സ് വന്നിട്ട് 9 മണിക്കൂർ കൊണ്ട് തീ അണയ്ക്കാൻ പെടാപ്പാട് പെടുന്ന ഒരു സാഹചര്യം ഈ നാട്ടിൽ ഈ കാലത്ത് വളരെ മോശമാണ്, വളരെയധികം ആശങ്കയുണ്ടാക്കുന്നതാണ് ശ്രീ മുസാഫിർ അഹമ്മദ്. അതുകൊണ്ട് ഇതിൽ എന്തുകൊണ്ടാണ്, ആരുടെ ഭാഗത്താണ് പിഴവ്, വീഴ്ച, എവിടെയാണ് ഇതിലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നത് ഒരു പൊതു ആവശ്യമാണ്. കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ എന്ന നിലയിൽ താങ്കൾ ഈ സംഭവങ്ങളുടെ കാരണക്കാരെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായും കോഴിക്കോട്ട് ഉണ്ടായിട്ടുള്ള ഇന്നലത്തെ തീപിടുത്തം സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള വലിയ തീപിടുത്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മണിക്കൂർ കണക്കെടുത്തുകൊണ്ടാണ് അത് ഏതാണ്ട് കൂടുതൽ അപകടത്തിലേക്ക് പോകാതെ പര്യവസാനിച്ചത്. അതിൽ യാതൊരു തർക്കവുമില്ല, അങ്ങേറ്റ ആശങ്കയുമുണ്ട്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള പിഴവുകളും അതിലെ മറ്റു പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ സംഭവിക്കാതിരിക്കാൻ ആവശ്യമായ കൂട്ടായ പരിശ്രമം നടത്തേണ്ടതുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു കോണുകളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ടോ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിപ്പെടാതിരിക്കില്ല. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് കാര്യങ്ങളിൽ. മുസാഫിർ അഹമ്മദ്, ഈ സ്ഥാപനങ്ങൾക്ക് NOC ഉണ്ടായിരുന്നില്ല, ഫയർ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു NOC ഉണ്ടായിരുന്നില്ല, അത് ആരുടെ പിഴവാണ്? അല്ല, ഈ തീപിടുത്തം എന്നുള്ളത് സ്വാഭാവികമായും ഇപ്പം മിഠായി തെരുവിൽ വലിയ തീപിടുത്തം ഉണ്ടായി, പല സ്ഥലങ്ങളിലും തീപിടുത്തം ഉണ്ടായി, ഇനി ഉണ്ടാകാതിരിക്കട്ടെ. ഇതിൽ വർഷങ്ങളോളമായി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റിനകത്താണ്, നമ്മുടെ കെട്ടിടമാണ് ഇവിടെ നില തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. വളരെ കാലം മുമ്പ്, ഒരു 10-30 വർഷം മുമ്പേയുള്ള കെട്ടിടമാണ്. ഈ യൂണിറ്റ് തന്നെ ഏതാണ്ട് 10-15 വർഷത്തിലധികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായും പഴയ കാലങ്ങളിലെ കെട്ടിടങ്ങളിൽ അഗ്നിശമന സുരക്ഷാ സംവിധാനങ്ങൾ കുറ്റമറ്റതാണ് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. തീർച്ചയായും ഇത് നമ്മളെ എല്ലാവരെയും താങ്കളെ ഞാൻ തടസ്സപ്പെടുത്തുകയല്ല, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. അതായത് അവിടുത്തെ ജില്ലാ ഫയർ ഓഫീസർ പറഞ്ഞത് ഈ സ്ഥാപനത്തിന് NOC ഉണ്ടായിരുന്നില്ല, അത് ലഭ്യമാക്കേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷനാണ് എന്നാണ്. ഇപ്പോൾ അവർ നേരിട്ട ബുദ്ധിമുട്ട് താങ്കൾക്കറിയാമല്ലോ. അകത്തേക്ക് കടക്കാൻ കഴിയില്ല. ഈ ഫയർമാൻമാർ വളരെ സാഹസപ്പെട്ട് ഈ ലാഡറൊക്കെ വെച്ച് മുകളിൽ കയറിയിട്ട് അവർക്ക് അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, അനധികൃതമായ നിർമ്മാണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഫ്ലക്സ് ബോർഡുകൾ മാത്രമല്ല, ശ്രീ സുനിൽ നേരത്തെ പറഞ്ഞത് വലിയ ബോർഡുകൾ ഉണ്ടായിരുന്നു. ശരിയാണ്, സുനിൽ പറഞ്ഞതുപോലെ വലിയ ബോർഡുകൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇടനാഴിയെ മറച്ചിട്ടുള്ള കെട്ടി വെച്ചിരുന്നു, അവിടെ കുറേ സ്റ്റോക്ക് അടുക്കി വെച്ചിരുന്നു, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിൽ അനധികൃത നിർമ്മാണം നടന്നിട്ടുണ്ട്. നിർബന്ധമായും വേണ്ടതാണ് ഫയർ എക്സ്റ്റിങ്വിഷർ ഒരു കെട്ടിടത്തിൽ, അതുണ്ടായിരുന്നില്ല. ഒരു സുരക്ഷാ വാതിൽ ഉണ്ടാകണം, എമർജൻസി എക്സിറ്റ് എന്ന് പറയുന്നത്, അതുണ്ടായിരുന്നില്ല. ഇതെല്ലാം ഇല്ലാത്തൊരു കെട്ടിടം എങ്ങനെയാണ് കോഴിക്കോടിന്റെ നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്നത്? ആരുടെ ഉത്തരവാദിത്തത്തിലാണ്? ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോട് നഗരത്തിൽ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളിലും സ്വകാര്യ കെട്ടിടങ്ങളിലുമൊക്കെ അപകടമുണ്ടാകാതിരിക്കാനുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വേണമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു പുരാതന നഗരം എന്നുള്ള നിലയിൽ കോഴിക്കോട്ടെ വ്യാപാര കേന്ദ്രം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവർത്തിച്ചു വരുന്ന വ്യാപാര കേന്ദ്രങ്ങളിലും ഇതുപോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ എല്ലാ ആധുനിക സംവിധാനങ്ങളും കൂടി ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങളില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളെ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ജാഗ്രതപ്പെടുത്തുന്നുണ്ട്. ഇനി ഇത്തരം ദുരന്തങ്ങൾ വരാതിരിക്കാൻ ആവശ്യമായ കാര്യങ്ങളുണ്ടാകണം. അഗ്നിശമന വിഭാഗം അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഇന്നലെ അവർക്ക് കടന്നു കയറാൻ തടസ്സങ്ങളുണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി, അല്പനേരം ബുദ്ധിമുട്ടി എന്നുള്ളതൊക്കെ ശരിയാണ്. ഈ അഗ്നിശമന വിഭാഗത്തിൻ്റെ വെള്ളം കിട്ടാത്ത പ്രശ്നങ്ങളോ, ഇവിടെ ബീച്ച് യൂണിറ്റ് കുറച്ചു കാലമായി പ്രവർത്തിക്കാതെ തൊട്ടടുത്ത സ്ഥലത്തേക്ക് മാറ്റി അവരെത്തിയതിൽ വന്ന് വെള്ളം നിറയ്ക്കാനോ ഉള്ള പ്രശ്നങ്ങളേ അല്ല. അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് നമ്മൾ പോകുന്നത്. ശ്രീ മുസാഫിർ അഹമ്മദ്, അതല്ല ഞാൻ പറഞ്ഞത്, ഖേദകരമെന്ന് പറയട്ടെ ശ്രീ മുസാഫിർ അഹമ്മദ്, ഖേദകരമെന്ന് പറയട്ടെ. ഞാൻ കോഴിക്കോട്ടെ സംഭവം മാത്രമല്ല ഞാൻ നമ്മുടെ നാട്ടിൽ, അല്ല ശ്രീ മുസാഫിർ അഹമ്മദ്, ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ, ഞാനും താങ്കളും ഒക്കെ കഴിയുന്ന ഈ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ എന്ത് അപകടമുണ്ടെങ്കിലും, അതെ ഞാൻ ഉറപ്പായിട്ട് ഞാൻ താങ്കൾക്ക് സമയം തരാം. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ താങ്കളെ തടസ്സപ്പെടുത്തുകയല്ല. അതായത് എന്ത് അപകടം, ഇപ്പോൾ റോഡ് അപകടം ഉണ്ടാകട്ടെ, ഒരു കെട്ടിടം വീണിട്ടുള്ള അപകടം ഉണ്ടാകട്ടെ, ഒരു തീപിടുത്തം ഉണ്ടാകട്ടെ, ആ സമയത്ത് ഇപ്പോൾ ഞങ്ങൾ നേരിടുന്നൊരു പ്രധാനപ്പെട്ട വിമർശനമാണ്, നിങ്ങളൊക്കെ ആ സമയത്ത് ചർച്ച ചെയ്യും,
അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ആ വിഷയം വിടുമെന്നുള്ളത്. ഞങ്ങൾ ആ വിഷയം വിട്ടാലും അത് ഉത്തരവാദിത്വത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണല്ലോ നമുക്ക് ഭരണ സംവിധാനങ്ങളുള്ളത്. ഇപ്പോൾ ഈ കോഴിക്കോട്ടെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാത്രമല്ല, മിഠായി തെരുവിലെ അവസ്ഥ എന്താ? അവിടെ തൊട്ട് കിടക്കുന്ന കെട്ടിടങ്ങളിൽ അവിടെ എത്ര എണ്ണത്തിന് ഫയർ സേഫ്റ്റി അവരുടെ NOC കിട്ടിയിട്ടുണ്ട്, എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ട്? പരിശോധിക്കപ്പെടണം, അതിനകത്ത് പരിഹാരം ഉണ്ടാകണം, ഇടപെടൽ ഉണ്ടാകണം. യോജിക്കില്ലേ താങ്കൾ അതിനോട്? തീർച്ചയായിട്ടും നിങ്ങളെന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്ന വാക്കുകൾ ഇതൊക്കെ തന്നെയാണ്. നമ്മളെ ജാഗ്രതപ്പെടുത്തുന്നു എന്നുള്ളത് മാധ്യമ സുഹൃത്തുക്കളുടെ ഈ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളായാലും അപകടമായാലും നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഇത്തരം അപകടങ്ങൾ കോഴിക്കോട്ടിൽ എവിടെയും ഉണ്ടാകാതിരിക്കാൻ കൂട്ടായി പരിശ്രമിക്കേണ്ടതുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇവിടെ മിഠായി തെരുവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ഇപ്പോൾ സർക്കാർ കെട്ടിടങ്ങളെക്കാളും കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങളെക്കാളും കൂടുതൽ എല്ലായിടത്തും നഗരത്തിലുള്ളത് സ്വകാര്യ കെട്ടിടങ്ങളാണ്. അവിടെയൊക്കെയും ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചട്ടവും പാലിക്കാതെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ കർശനമാക്കുന്നതിന് മുമ്പുള്ള കെട്ടിടങ്ങളിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ ശക്തമായ ഇടപെടൽ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പരിശോധനയും ഇടപെടലും നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അതിനൊക്കെ എല്ലാവരുടെയും സഹകരണയും പിന്തുണയും കൂട്ടായി നടത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു സംശയവുമില്ല, ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ കൂടി ഗൗരവത്തിൽ അഗ്നിശമന സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. കോർപ്പറേഷൻ, സർക്കാർ കെട്ടിടങ്ങളിലൊക്കെ കുറെ കൂടി മാതൃകാപരമായി തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യണം. ശക്തമായ നടപടി അക്കാര്യങ്ങളിൽ നമുക്കുണ്ടാക്കി തീർച്ചയായും ഇത്തരം ദുരന്തങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ കാര്യങ്ങളിലേക്ക് പോകണം. പിന്നെ അനധികൃതമായ നിർമ്മാണങ്ങൾ തീർച്ചയായും കോർപ്പറേഷൻ്റെ അനുമതിക്ക് വിരുദ്ധമായി അനധികൃത നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആവശ്യമായ നടപടി സ്വീകരിച്ച് പോകാനേ നമുക്ക് പറ്റുള്ളൂ. ശക്തമായ നടപടി സ്വീകരിക്കും, അതിലൊന്നും തർക്കമേ ഇല്ല. ദുരന്തങ്ങളും അപകടങ്ങളും ഇല്ലാതിരിക്കാൻ ആവശ്യമായ ഈ അനുഭവ പാഠങ്ങളിൽ നിന്നുകൊണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഭരണ സംവിധാനം എന്നുള്ളവർക്ക് കോർപ്പറേഷൻ പ്രതിജ്ഞാബദ്ധമാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതിന് ഒരു ന്യായീകരണത്തിൻ്റെയും പ്രശ്നങ്ങൾ അതിന് മുന്നിലില്ല. അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്ഥാപനത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള അഗ്നിശമന പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ തടസ്സമാകുന്ന ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്തെല്ലാം കാര്യങ്ങളാണ് എന്നുള്ളതുൾപ്പെടെയുള്ള പരിശോധന നടത്തി ആവശ്യമായ തീരുമാനങ്ങളെടുത്ത് നമ്മുടെ കെട്ടിടങ്ങളിലാകെ സുരക്ഷാ സംവിധാനം ശക്തമായി മാതൃകാപരമായി തന്നെ കോർപ്പറേഷൻ കാണിച്ചു കൊടുക്കണം തന്നെയാണ് കോർപ്പറേഷൻ ആലോചിക്കുന്നത്. സ്വകാര്യ കെട്ടിടങ്ങളിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ശക്തമാക്കാനുള്ള പരിശോധനയും ഇടപെടലും കോർപ്പറേഷൻ്റെ ഭാഗത്തുണ്ടാകും. അതിനെല്ലാവരുടെയും ഇപ്പം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു വളരെ വളരെ ഖേദകരമാണ്. ആളപായമില്ലെങ്കിൽ പോലും അവരുടെ പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. അപ്പോൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ തീപിടുത്തമോ അപകടമോ ഇല്ലാതിരിക്കാൻ ആവശ്യമായ കോർപ്പറേഷൻ എടുക്കുന്ന സമീപനങ്ങളോട്, സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങളോട്, നിയമ നടപടികളോട് സഹകരിക്കേണ്ടതുണ്ട്. അതിനെല്ലാവരുടെയും പിന്തുണ ഉണ്ടാകേണ്ടതുണ്ട്. അതാണിപ്പോൾ മിഠായി തെരുവിലെ ആദ്യത്തെ തീപിടുത്തം, രണ്ടാമത് ഓയസിസ് കെട്ടിടത്തിലെ തീപിടുത്തം, അവിടെയൊക്കെ ശക്തമായ നടപടി കോർപ്പറേഷൻ സ്വീകരിച്ചു പോകുമ്പോൾ വേണ്ടത്ര പിന്തുണ വ്യാപാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. പലതും അവരെ ദ്രോഹിക്കുന്നു, ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു, അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന നിലപാടിലേക്ക് വളരെ വൈകാരികമായി പോകുന്ന സാഹചര്യങ്ങളും ഒക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. ആരെയും നോവിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ അല്ലല്ലോ. ഇതുപോലെയുള്ള പശ്ചാത്തലം ഇനി ഇല്ലാതിരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. അത് ഒന്നിച്ച് എല്ലാവരും നിയമം നടപ്പാക്കുന്ന കോർപ്പറേഷനും സർക്കാരും അതിൻ്റെ കൂടെ എല്ലാവരും നിന്നാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒരിക്കലും ഉണ്ടാകില്ല. അതിന് ശക്തമായ നിലപാട് നമ്മുടെ ഭാഗത്തുണ്ടാകുമെന്ന്